ഇത്രയും ആൾക്കാരുടെ നിന്നാണ് നമ്മൾ കണ്ടതാണ്. നാളെ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ സാറ്റർഡേ വീഡിയോ എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് സാറ്റർഡേ ഇടുന്ന പോലെ ചെയ്താൽ മതിയോ? വോയിസ് കേട്ട ആളെ മനസ്സിലായി കാണുമല്ലോ. അതെ, ലാസ്റ്റ് ബിഗ് ബോസ് സീസണിൽ വന്ന ആർജെ തന്നെയാണ് കക്ഷി. 2024 ജൂണിലാണ് ആള് ഇങ്ങോട്ട് കൊളാബ് ചോദിച്ച് മെസ്സേജ് അയച്ചത്. അയച്ചതിന് ശേഷം കൊളാബിനെ പറ്റി ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി സമയം കൊടുത്തു. പിന്നീട് ശ്രദ്ധിക്കുമ്പോൾ ആള് വേറെ വീഡിയോസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അയക്കുന്ന മെസ്സേജസിന് റിപ്ലൈ ഇല്ലാതെയായി എല്ലാം അപ്പോൾ സീൻ ആക്കുന്നുണ്ടായിരുന്നു. 2025 ജനുവരി വരെ ഞങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. എല്ലാത്തിനും സീൻ മാത്രം. ഞങ്ങളുടെ ഒരു ചെറിയ ബിസിനസ് പേജ് അല്ലേ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലായിരുന്നു. ബാക്കി ബിസിനസ് പേജസ് ആണ് പ്രതികരിച്ചൊരു വീഡിയോ ഇടണമെന്നൊരു മോട്ടിവേഷൻ തന്നത്. ഫസ്റ്റ് വീഡിയോ ഇട്ട് അപ്പം തന്നെ മെസ്സേജ് വന്നിരിക്കുന്നു. ഒരു ഫ്രണ്ട് വഴിയും മെസ്സേജ് അയച്ചു. സെറ്റിൽ ചെയ്യാം, പ്രൊഡക്ട്സിന്റെ കാശ് തരാം, പിന്നെ വീഡിയോ എങ്ങനെയെങ്കിലും എടുത്തു മാറ്റാമോ എന്നൊക്കെ ചോദിച്ചു. 1.5 വർഷത്തിന് ശേഷമാണെന്ന് ഓർക്കണം, അതും ഈ വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രം. ഏറ്റവും വിഷമം അതൊന്നുമല്ല, നമുക്ക് പ്രൊഡക്ട്സിന്റെ കാശൊന്നും ഇനി വേണ്ട. ഇത്ര കാലം ബിൻസിയെ എങ്ങനെയും നാറ്റിക്കണം എന്ന് കരുതി തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബിൻസിക്ക് ഒരു പക്ഷെ അതിന്റെ വേദന അറിയില്ലായിരിക്കാം. അങ്ങനെ വേദന അറിയുന്ന ഒരുപാട് ജനങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുമായിരിക്കാം. ആ ഒരു ബിസിനസ് വുമണെ തകർത്ത് കളയുന്നത്. ബിൻസി അവരെ പറ്റിക്കുകയാണ് ചെയ്തത്, അവരെ ചതിക്കുകയാണ് ചെയ്തത്. ബിൻസിയുടെ അപ്പൻ്റെ ഓട്ടോയിൽ എടുത്തു പോയി 150 രൂപയുടെ ഓട്ടോ അടിച്ച്. വിലയുണ്ടോ ബിൻസി? വിലയുണ്ട്. 100-നും 150-നും 1 രൂപക്ക് പോലും വിലയുണ്ട്. അപ്പോൾ നല്ല പേജുകാർ സൂക്ഷിച്ചോ, ബിൻസി കൊളാബായിട്ട് വരുന്നത് തട്ടിക്കാനാണോ? എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ടെന്ന് പോലും എനിക്കറിയാം. പറയണോ ബിൻസി എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കിങ്ങനെ ഒരു മെസ്സേജ് ഇട്ടതെന്ന് എൻ്റെ നമ്പർ ചോദിച്ചുകൊണ്ട്? ഇപ്പോഴേ എൻ്റെ നമ്പർ ഗുരുമന്ത്ര നമ്പർ എല്ലാവർക്കും അറിയാം. അല്ല, അവസാനം വയ്ക്കുക, എൻ്റെ നമ്പർ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നെ വിളിച്ച് എന്താണ് പറയണമെന്നുള്ളത് ഞാൻ റെക്കോർഡ് ചെയ്ത് ഞാൻ വീഡിയോ ഇടും. വീണ്ടും നാറും. വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇടണമെന്ന് കരുതിയൊരു വീഡിയോ ആണ് കേട്ടോ. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ. പിന്നെ ഒരു ഡേറ്റ മാത്രം കിട്ടാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ആ ഡേറ്റയും കൂടി കിട്ടിയതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. നിങ്ങൾ ഈ തമ്പനയിൽ കണ്ട പോലെ ബിൻസിയുടെ പേരിൽ ഒരു സ്കാം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വാർത്ത ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ബിൻസിയുടെ പല വീഡിയോസും ചെയ്തിട്ടുള്ള ഈ ചാനലിൽ അപ്പോൾ ഈ ഒരു വീഡിയോ വന്നില്ലെങ്കിൽ എങ്ങനെയാണ് അല്ലേ? അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേണ്ടെന്ന് കരുതി മനസ്സുകൊണ്ട് പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു വിവിധ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് അയച്ചു തന്നു. പക്ഷെ എനിക്കിത് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 3 ദിവസം മുമ്പ് തന്നെ എനിക്കിത് കിട്ടി. എന്നിട്ട് ഞാനത് ചെയ്യാതിരുന്നു. പിന്നെ ഒരുപാട് പേര് പറഞ്ഞപ്പോൾ ഞാൻ കരുതുന്ന ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. പ്രത്യേകിച്ച് ബിൻസിയോട് സ്നേഹവുമില്ല, പ്രത്യേകിച്ച് ബിൻസിയോട് ദേഷ്യവുമില്ല. തുടക്കം തന്നെ പറയുന്നു, എനിക്ക് ദേഷ്യവുമില്ല, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ഈ ഒരു വിഷയം എന്താണെന്നുള്ളത് അല്ലേ? ബിൻസിയുടെ പേരിൽ ഒരു സ്കാം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ചതിയാട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്കാമിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു എല്ലാവർക്കും വേണ്ടിയിട്ട് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. സ്കാം എല്ലായിടത്തും ഉണ്ട്. നമ്മളെ പറ്റിക്കപ്പെടും. പക്ഷേ അത് നമുക്ക് എല്ലാവരും നന്നാക്കിയിട്ട് ജീവിക്കാൻ പറ്റില്ല, ഇല്ലേ? നമുക്ക് എല്ലാവരും നന്നാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവരവരുടെ രീതിയിൽ ജീവിച്ചു പോയിക്കോട്ടെ. പക്ഷെ നമ്മൾ ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് അലേർട്ടായിട്ടിരിക്കുന്നത് നല്ലതല്ലേ? +2 കഴിഞ്ഞ കുട്ടികൾക്ക് അടുത്ത അഡ്മിഷന് വേണ്ടിയിട്ട്, ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അവർ അഡ്മിഷൻസ് നോക്കി നടക്കുകയാണ്. നല്ല കോളേജ് ആയിരിക്കണം, ഫീസ് കാര്യങ്ങളൊക്കെ, പിന്നെ ചിലവർക്ക് ഡൊണേഷനൊക്കെ കൊടുക്കേണ്ടി വരുമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങൾ പറ്റിക്കപ്പെടരുത്. ഒരുപാട് കുട്ടികൾ പലരിടത്തും പല ഏജൻസിയിലും പോയി പെട്ടുപോയിട്ടുണ്ട്. അവരുടെ പൈസ ലക്ഷങ്ങൾ മുടക്കിയിട്ട് അവർക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കാത്തൊരവസ്ഥയിൽ പലരും നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്, പലരും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഇനിയുള്ള കുട്ടികൾക്ക് ഉണ്ടാവരുത്. അതിനുവേണ്ടി എജു നാവിഗേറ്റർ, അതെൻ്റെ സ്വന്തം സ്ഥാപനമാണ്. എജു നാവിഗേറ്റർ ഒരു ലീഗൽ സപ്പോർട്ട് നിങ്ങൾക്കായി തരുകയാണ്. അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പൈസ വാങ്ങിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് പറഞ്ഞ കോളേജിലല്ലേ അഡ്മിഷൻ എടുത്തു തന്നത്, പറഞ്ഞ കോഴ്സിനല്ലേ അഡ്മിഷൻ എടുത്തു തന്നത്? ആരെങ്കിലും നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഭീമമായ തുക വാങ്ങിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെതായ സർവീസ് തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എജു നാവിഗേറ്റർ നമ്മൾ ഒരു ലീഗൽ സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാണ്. ഇതിൻ്റെ കൗൺസിലിങ്ങും ഇതിൻ്റെ സപ്പോർട്ടും എല്ലാം ഫ്രീ ആയിട്ടാണ് എജു നാവിഗേറ്റർ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചതിക്കപ്പെട്ടവർക്ക് ഒരു സപ്പോർട്ട് നമ്മൾ നൽകാം. ഇനി ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ജെനുവിൻ ആയിട്ടുള്ളവരുടെ അടുത്ത് പോയിട്ട് അഡ്മിഷൻസ് എടുക്കാം. അപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് കോളേജും കോഴ്സൊക്കെ ഇങ്ങനെ ഏത് കോഴ്സിന് പോകണം, ഏത് കോളേജിൽ പോകണം എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു കൺഫ്യൂഷനും വേണ്ട, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കൗൺസിലിംഗ് തരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നുണ്ടാവും. നേരത്തെ
നേരത്തെ പറഞ്ഞ പോലെ കൗൺസിലിംഗ് എല്ലാം തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഏത് സ്ട്രീമിലാണോ നിങ്ങൾ പഠിച്ചത് ആ സ്ട്രീമുകാർക്ക് എന്തൊക്കെ കോഴ്സുകളാണ് എവിടെ പഠിച്ചാലാണ് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുന്നത് എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് അവർ തരും. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എജു നാവിഗേറ്ററിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ അങ്ങോട്ട് നമ്മൾ കൈവിടുകയല്ല. അടുത്ത വർഷവും പിന്നത്തെ വർഷവും നിങ്ങൾ പഠിച്ചിറങ്ങുന്നവരെ നമ്മളുടെ സർവീസ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഹോസ്റ്റലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കോച്ചിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ എന്ത് പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളോട് അറിയിക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത്തരത്തിലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി ഒരു സ്കാമിൽ പോയി ആരും പെടാതിരിക്കുക. അപ്പോൾ നമുക്ക് തിരിച്ച് വീഡിയോയിലേക്ക് വരാം. ഗുരുമന്ത്ര അപ്ഡേറ്റ് വീഡിയോയുടെ അവസാനം ഉണ്ടാവും കേട്ടോ. RJ ബിൻസിക്കെതിരെ ഒരു തട്ടിപ്പ് കേസ് വന്നിട്ടുണ്ട്. തട്ടിപ്പ് കേസ് ഒരു കൊളാബ് തരാമെന്ന് പറഞ്ഞ് കൊളാബ് ചെയ്യാതെ അവരെ 1.5 വർഷമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ പേജുകാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. ഞങ്ങളെ 1.5 വർഷമായിട്ട് ബിൻസി പറ്റിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മൽ 100-300 രൂപയുടെ ഒരു കമ്മലാണ്, ഒരു കമ്മലോ മാലയോ എന്തൊക്കെയാണ് അവർ അയച്ചു കൊടുത്തത്. ഇത് ബിൻസിയാണ് അവരോട് ഡയറക്റ്റ് കണക്ട് ചെയ്തത്. അവരോട് കണക്ട് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് സാധനങ്ങൾ അയച്ചതാ, ഞാൻ നിങ്ങൾക്ക് കൊളാബ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട്. ബിൻസിക്ക് ആ സമയത്ത് കമ്മലും മാലയൊക്കെ വേണമായിരുന്നു. അത് മേടിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പൈസ കൊടുക്കാൻ താല്പര്യമില്ല, എന്തെങ്കിലും ആവാം. എന്നിട്ട് അവരോട് സാധനം അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇതുവരെ വീഡിയോ കൊളാബ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് മാത്രം ചെയ്യുന്നില്ല. ഇവരുടെ സാധനങ്ങൾ കൈപ്പറ്റിയിട്ട് ഇവരോട് കാണിക്കുന്ന ഒരു ചതിയല്ലേ. അപ്പോൾ അവർ 1.5 വർഷം വെയിറ്റ് ചെയ്ത് തന്നെ അവരുടെ നല്ല മനസ്സ്. 1.5 വർഷമൊക്കെ അവർ അത്ര നാൾ സഹിച്ച് ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്തിരുന്നു. അവർ നല്ല മനസ്സല്ലേ. ഇപ്പോൾ അവർ കയറി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ബിൻസിക്ക് എന്താ അങ്ങോട്ട് സഹിക്കുന്നില്ല. ബിൻസി എന്താ, അയ്യോ വീഡിയോ മാറ്റുമോ, ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ഇട്ട് തരാം, അല്ലെങ്കിൽ പൈസ തിരിച്ചു തരാം. അവരിട്ടിരിക്കുക വീഡിയോ ഇടുന്നല്ല, പൈസ തിരിച്ചു തരാമെന്ന്. പക്ഷെ അവർക്ക് അതൊന്നല്ല വേണ്ടേ, അവർക്ക് മാപ്പാണ്. 1.5 വർഷം ഒരു സമയം കൊണ്ടേ കളഞ്ഞില്ലേ, അതിനുള്ള മാപ്പാണ്. അങ്ങോട്ട് പറ മാപ്പ് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് കേൾക്കട്ടെ ഞങ്ങൾ മാപ്പ് പറയുന്നത്. ബിൻസി ഇത് പറഞ്ഞാൽ ഞാൻ അന്വേഷിച്ചപ്പോൾ വളരെ ചെറിയൊരു പേജാണ്. ബിൻസി പറയുന്നുണ്ട് വലിയ റീച്ച് ഒന്നും ഇല്ലാത്ത പേജാണ്. ശരി, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല മാഡത്തെ പോലെയുള്ള വലിയ സെലിബ്രിറ്റികളെ കണക്ട് ചെയ്തത്. ഒരു ഓൺലൈൻ ബിസിനസ് നടത്തുന്നവരുണ്ടല്ലോ, അത് ഓൺലൈൻ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഒരു ബിസിനസ് നടത്തുമ്പോണ്ടല്ലോ അതിൻ്റെ ബാക്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിയാം. അവരൊക്കെ എന്ത് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അറിയാം ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അതിൻ്റെ ബാക്കിൽ ഒരുപാട് ഹാർഡ് വർക്കുകളുണ്ട്, ഒരുപാട്. അത് നല്ലപോലെ അറിയാവുന്ന ഒരാളാണ് ഞാനും ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഗുരുമന്ത്രയാണെങ്കിലും എജു നാവിഗേറ്റർ ആണെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലാണെങ്കിലും എല്ലാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കിൽ എത്രമാത്രം ഹാർഡ് വർക്ക് വേണം, എത്രമാത്രം സ്ട്രഗിൾ ചെയ്യണം, എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പോൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പാണ് 2024 ബിൻസിയാണ് അങ്ങോട്ട് കണക്ട് ചെയ്തത് കേട്ടോ, ഇവരല്ല. ബിൻസി ഇവരെ കണക്ട് ചെയ്തു. ഹായ് എനിക്ക് കൊളാബ് തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബിൻസി ഈ പേജ് വരെ കണക്ട് ചെയ്തു. അപ്പോൾ ഇവർ വിചാരിച്ചു ബിൻസിയുടെ പേജ് കയറി നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, ശരി കൊടുക്കാം, പ്രോഡക്റ്റ് മാത്രം കൊടുക്കാം, പൈസ കൊടുക്കണ്ട, പ്രോഡക്റ്റ് കൊടുത്തിട്ട് അതിൻ്റെതായ വീഡിയോ ചെയ്യും. ഇപ്പം അങ്ങനെയും ചെയ്യാമല്ലോ കൊളാബ്, പൈസ കൊടുത്തിട്ട് മാത്രം ചെയ്യണമെന്നില്ല, പ്രോഡക്റ്റ് വാങ്ങിയിട്ടും ചെയ്യാം. ബിൻസിയാണ് അങ്ങോട്ട് ചോദിച്ചതെന്ന് കൂടി നിങ്ങൾ ഓർക്കണം കേട്ടോ. പ്രോഡക്റ്റ് വാങ്ങി 2024 കഴിഞ്ഞു, 2025 ബിഗ് ബോസിൽ പോയത്. പിന്നെ ബിഗ് ബോസിൽ പോയി വന്ന ശേഷം ആളുടെ റേഞ്ച് അങ്ങോട്ട് മാറിയില്ലേ. പിന്നെ ഈ 150-300 രൂപയുടെ പ്രോഡക്റ്റ് ഒക്കെ റിവ്യൂ ചെയ്യാനായിട്ട് ബിൻസിയെ കിട്ടുമോ? വേണമെങ്കിൽ 3 ലക്ഷമൊക്കെ 30,000 3 ലക്ഷമൊക്കെ അങ്ങോട്ട് എണ്ണി കൊടുക്കുക, ബിൻസി ചെയ്യും. അല്ലാതെ ഈ 300-150 രൂപയുടെ ഒന്നും അവർ ചെയ്യത്തില്ലെന്നേ. അങ്ങനെ ബിൻസി, പക്ഷെ അത് ബിൻസിക്ക് 300-200 100 ചെറുതായിരിക്കാം. പക്ഷേ ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്കുണ്ടല്ലോ ഈ 100-50 എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്, വലിയൊരു എമൗണ്ടാണ് അവരെ സംബന്ധിച്ച്. കാരണം അവർക്ക് കിട്ടുന്ന ലാഭം എത്രത്തോളം ഉണ്ടാകും, അതിൽ നിന്നാണ് ഈ 100-50 കൊടുത്തിട്ട് അവർ ഈ പ്രോഡക്റ്റ് മേടിക്കുന്നത്. ഇപ്പോൾ മാലയുടെയും കമ്മലിൻ്റെയാണ് അവർ ചെയ്യുന്നത്, സമ്മതിച്ചു. അതിന് വലിയ ബൾക്കായിട്ടൊന്നും ആയിരിക്കില്ല അവരെടുക്കുന്നത്, വളരെ കുറച്ചൊക്കെ ആയിരിക്കും. അതിന് ഒരുപക്ഷെ ലാഭവും 100-150 ആയിരിക്കും അവരിടുന്നത്. അത് മൊത്തത്തിൽ നിങ്ങൾ എടുത്തുകൊണ്ട് പോയി ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലാഭമല്ലേ പോകുന്നത്. പോട്ടെ, നിങ്ങൾക്ക് അവർ അയച്ചു തന്നു, അതിൻ്റെ സർവീസ്, അതിൻ്റെ ഷിപ്പിംഗ് ചാർജ്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ ബാക്കിലുണ്ടെന്നറിയോ. പാക്കിങ്ങിന് വേണ്ട സാധനങ്ങൾക്കൊക്കെ റേറ്റ് ഒക്കെ ഉണ്ട്. അല്ലാണ്ട് ചുമ്മാ അവർ പോയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ല. നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ അതിന് പണിക്ക് നിന്നിട്ടില്ല. ചുമ്മാ കിടന്ന് വായ്ത്താളത്തിൽ എന്തും വിളിച്ചു പറഞ്ഞിട്ടുള്ള ജോലി പോലെയല്ല ഗ്രൗണ്ടിലിറങ്ങി കളിക്കുന്നത്. അപ്പോൾ ബിൻസിക്ക് ഒരുപക്ഷെ അതിൻ്റെ വേദന അറിയില്ലായിരിക്കാം. അങ്ങനെ വേദന അറിയുന്ന ഒരുപാട് ജനങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുമായിരിക്കാം. അപ്പോൾ നിങ്ങൾ പറ, ഈ 150 രൂപ 300 രൂപ എന്നൊക്കെ പറഞ്ഞ് ബിൻസി വളരെ നിസ്സാരമായിട്ടാണ് ആ ഒരു പേജിനെ, ആ ഒരു ബിസിനസ് വുമണെ തകർത്ത് കളയുന്നത്. ഇവർ 2 വർഷം വെയിറ്റ് ചെയ്തു, 1.5 വർഷം വെയിറ്റ് ചെയ്തു. ബിൻസി ഇന്നിടും നാളിടും വീഡിയോസ് ഇടും എന്ന് വിചാരിച്ചിട്ട് ബിൻസി ഇട്ടില്ല. എന്തിനാ അവരുടെ കമ്മലും മാലയൊക്കെ ഒന്ന് ഡ്രസ്സ്, എന്തോരം സാരികൾ എടുക്കുന്നുണ്ട്, എന്തോരം അണിഞ്ഞൊരുങ്ങി പോകുന്നുണ്ട്. അപ്പോഴൊക്കെ അവരുടെ കമ്മലും മാലയൊക്കെ ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി,
ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താൽ മതി. എത്രയ്ക്ക് വലിയ ഇതൊന്നും അത് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് അവരവരെ കാണാൻ പോകുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ വാങ്ങിച്ച മുതലിന് കുറച്ച് നീതി കാണിച്ചൂടെ? ആ വീഡിയോ എടുത്ത് ഒന്ന് അവർക്ക് കൊടുത്തിരുന്നെങ്കിലോ ചെയ്യാമായിരുന്നു. പക്ഷേ ബിൻസി അത് ചെയ്തില്ല. ബിൻസി അവരെ പറ്റിക്കുകയാണ് ചെയ്തത്, അവരെ ചതിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരെന്ത് ചെയ്തു? കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ഒരു വീഡിയോ ഇട്ടു, പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞ്. അവർ അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ബിൻസിയെ എങ്ങനെയും നാറ്റിക്കണം എന്ന് കരുതി തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ആർക്കാരും ദേഷ്യം ഉണ്ടാവില്ല. 1.5 വർഷം കഴിഞ്ഞ് ഗൈസ്, നിങ്ങൾ പറഞ്ഞു 1.5 വർഷമായി അവർ ഇതിന് വേണ്ടിയിട്ട് അവളുടെ ബിൻസിയുടെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു? നൈസായിട്ട് അവരെടുത്തിട്ട് ഒരു പേജിൽ ഇട്ടു. അത്യാവശ്യം നല്ല രീതിയിൽ അത് റീച്ച് ആവുകയും ചെയ്തു, ഒരുപാട് പേര് ഏറ്റെടുക്കുകയും ചെയ്തു. പോസ്റ്റ് ഇതാണ്. അവരുടെ പോസ്റ്റിനോട് 100% ഞാൻ യോജിക്കുന്നു. അവരിട്ടിരുന്ന പോസ്റ്റ് ആദ്യം ഞാനൊന്ന് വായിക്കാം, സൈഡിൽ വെക്കാം കേട്ടോ. ഒരു ചെറിയ ബിസിനസ് എന്ന് വെറും ഒരു ബിസിനസ് മാത്രമല്ല, അത് സ്വപ്നങ്ങളോടെ തുടങ്ങുന്ന ഒരു യാത്രയാണ്. ചെറുതായാലും വലുതായാലും ഓരോ സ്വപ്നത്തിനും അതിൻ്റെ സ്വന്തം വിലയുണ്ട്. അങ്ങനെ തന്നെയാണ് ഞങ്ങളും ഈ യാത്ര ആരംഭിച്ചത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഇതൊക്കെ ഓരോരുത്തരുടെ സ്വപ്നമാണ്. അതിനുള്ളിൽ ബാക്കിലുണ്ടല്ലോ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. ഈ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു അനുഭവം ഞങ്ങളെ തേടിയെത്തി. ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ആദ്യമായി ഒരു വീഡിയോ പങ്കുവച്ചപ്പോഴാണ് അവരിൽ നിന്നും ഒരു പ്രതികരണം ലഭിച്ചത്. ഇതൊരു നേരത്തെ ചെയ്യണമായിരുന്നു. അവരെന്തിനാ ഇത്ര ലേറ്റായത്? ഇത്ര സമയമൊന്നും കൊടുക്കേണ്ട വ്യക്തിയല്ല. നിങ്ങൾക്കൊരു 6 മാസം വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങളത് റെസ്പോണ്ട് ചെയ്യേണ്ടതായിരുന്നു. പോട്ടെ, അവരുടെ ബിഗ് ബോസിൽ പോയല്ലോ ബിൻസി, അപ്പോഴെങ്കിലും നിങ്ങൾ പറയേണ്ടതായിരുന്നു. നിങ്ങൾ വേണ്ടിയില്ല. പക്ഷേ ഒരു സോറി എന്ന വാക്ക് പോലും ഞങ്ങളിലേക്ക് എത്തിച്ചേരാത്തത് വളരെ വേദനാജനകമാണ്. എൻ്റെ പൊന്നോ, വളരെ സാഹിത്യമാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത്. സാഹിത്യമായെന്ന വാക്കുകളൊക്കെയാണ്. ഓക്കെ, ഇൻസ്റ്റഗ്രാമിൽ നമ്മളെപ്പോലെ തന്നെ നിരവധി ചെറിയ ബിസിനസ്സുകൾ ഉണ്ട്, ജ്വല്ലറിയായും മറ്റും. ഞങ്ങളുടെ അനുഭവം പങ്കുവച്ചതിന് ശേഷം പലരും നേരിട്ട് മെസ്സേജ് ചെയ്ത് തങ്ങളുടെ ഇത്തരത്തിലുള്ള അനുഭവത്തെക്കുറിച്ച് പങ്കുവച്ചു. അതെല്ലാം കേൾക്കുമ്പോൾ മനസ്സ് വളരെ ഭാരപ്പെട്ടു. അതൊരു ഏറെ വിഷമിപ്പിക്കുന്ന സത്യമാണ്. എന്നിരുന്നാലും ഈ എല്ലാം കടന്ന് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെയാണ്. സ്വപ്നങ്ങളെ പിടിച്ചുപറ്റി മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കഴിയുന്നത്ര നമ്മളുടെ പേജിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതെന്താ ഇതിൻ്റെ ഇടയിൽ? അങ്ങനെ സ്കാം അലേർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ പേജിൽ ഇട്ടിരിക്കുന്നത്. അവർ നിങ്ങളെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തത് തെറ്റാണെന്ന്, അല്ലെങ്കിൽ അവർ നിങ്ങളെ ചതിച്ചു എന്ന് നിങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടെത്തണം. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ മിസ്യൂസ് ചെയ്യുന്നവരാണ്. അതൊക്കെ നമ്മുടെ മിസ്റ്റേക്ക്. നമ്മൾ ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ വാങ്ങിച്ച് അതിൻ്റെ ഉള്ളിൽ ഹാർഡ് വർക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള സ്കാമേഴ്സ് വരുമ്പോൾ നമ്മളത് മനസ്സിലാക്കി നമ്മളതനുസരിച്ചിട്ട് മൂവ് ചെയ്യണമായിരുന്നു. അത് ചെയ്തോ നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ലേ? അതെന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പിന്നെ ബിൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഈ ഒരു മെസ്സേജ്, ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ബിൻസി ഇവരെ കണക്ട് ചെയ്തു. ഇവരോട് പറഞ്ഞു പൈസ തരാമെന്ന്. ഇവർക്ക് പൈസ ഒന്നും വേണ്ട ബിൻസി, ഇവർക്ക് വേണ്ടത് സോറിയാണ്. പറ അങ്ങോട്ട് സോറി. ബിഗ് ബോസ് വെച്ച് കുറെ കളിച്ചതല്ലേ, എന്തായിരുന്നു കാട്ടിക്കൂട്ടുണ്ടായിരുന്നത്? ഒരു സോറി അങ്ങോട്ട് പറയാന്നേ, സോറി അങ്ങോട്ട് പറ. എന്താല്ലേ 2024 നടന്ന സംഭവത്തിന് 2026 സോറി പറയേണ്ട ഒരു അവസ്ഥ? അല്ലെങ്കിൽ അവർ ലീഗലി മൂവ് ചെയ്യും കേട്ടോ. ഇതിന് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിൻസി വിചാരിക്കുന്ന പോലെ ചെറിയ നിങ്ങൾക്ക് മാത്രം എന്താ ലീഗലി മൂവ് ചെയ്യാൻ പറ്റുള്ളൂ? ഞങ്ങൾക്കും പറ്റില്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റില്ലേ? ഈ ലീഗലി മൂവ് ചെയ്യണ കാര്യം ഞാൻ എടുത്ത് പറയാനൊരു കാരണമുണ്ട്. കാരണം വേറൊന്നുമല്ല, അത് ബിൻസിക്ക് അറിയാം അല്ലേ ബിൻസി? ഞാനത് പറയണില്ല തൽക്കാലത്തേക്ക്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ബിൻസി ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അത് പറയാം. കൊള്ളാലോ, അതേ 100 രൂപയുടെ കമ്മലും 150 രൂപയുടെ വളയും ആണോ വില കൂടിയത് എന്ന് ഉദ്ദേശിച്ചതെന്ന്. ഈ 100ഉം 150ഉം വില കൂടിയതല്ലേ ബിൻസി? ഈ 100ഉം 150ഉം വില കൂടിയതല്ലേ? ബിൻസിയുടെ അപ്പൻ ഓട്ടോ ഓടിക്കുകയാണ്. ബിൻസിനെ പറയുന്നത് എൻ്റെ അപ്പൻ ഓട്ടക്കാരനാണെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഓട്ടോ ഓടിയിട്ട് എത്ര രൂപ വരും? 100 രൂപ 150 രൂപയ്ക്ക് ഒരു ഓട്ടത്തിന് വരത്തുള്ളൂ. അപ്പോൾ അത് കൊടുക്കാണ്ടിരുന്നാലോ? അവർ ഓട്ടോയിൽ കയറിയ ആൾ കൊടുക്കാണ്ടിരുന്നാലോ? വിലയില്ലേ? വിലയുണ്ടോ ബിൻസി? വിലയുണ്ട്. 100നും 150നും 1 രൂപക്ക് പോലും വിലയുണ്ട്. അത് നിങ്ങൾക്ക് വരുമ്പോൾ മാത്രം പൊള്ളും, മറ്റുള്ളവർക്ക് വരുമ്പോൾ പൊള്ളത്തില്ല. എല്ലാവരും നിങ്ങളെപ്പോലെ ചോര നീരുള്ള ഒരു മനുഷ്യരാണ്. എല്ലാവർക്കും പൊള്ളും. നിങ്ങൾക്ക് മാത്രം, സെലിബ്രിറ്റികൾക്ക് മാത്രമല്ല. ഈ കമൻറ്റ് കാണുന്ന ആളുകൾ ആ പേജ് ഒന്ന് എടുത്ത് നോക്കണേ. എങ്ങനെയെങ്കിലും അവരെ കുറച്ച് റീച്ച് ഉണ്ടാക്കട്ടെ. അതിനു വേണ്ടി ആണല്ലോ ഈ ആരോപണം നടത്തുന്നത്. ആരോപണോ? ബിൻസി സമ്മതിച്ചിട്ടുള്ള കാര്യമല്ലേ? ബിൻസി ഗോൾഡ് അല്ല, അവരുടെ ജ്വല്ലറി മേടിച്ചിട്ടുള്ളത്, അവരുടെ ജ്വല്ലറി മേടിച്ചെന്നുള്ളത് ബിൻസി സമ്മതിച്ച കാര്യമല്ലേ? ബിൻസി എല്ലാവരോടും പോയി ഇറങ്ങുന്നത് എനിക്കൊരു കളവ് തരുമോ എന്ന് ചേർന്നത്. അപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ആരോപണം എന്താണെന്നും റിയാലിറ്റി എന്താണെന്നും അതൊന്നും മനസ്സിലാക്കുക.
നമ്മൾ ചുമ്മാ ഒരാളെക്കുറിച്ച് ആരോപിക്കില്ല, ചുമ്മാ ഒരാളെക്കുറിച്ച് ആരോപണം നടത്തില്ല. അത് തെളിവ് സഹിതം വീഡിയോ ആയിട്ടോ തെളിവ് സഹിതം ഇതേപോലെയുള്ള മെസ്സേജ് ആയിട്ടോ നമ്മൾ ഒരാളെക്കുറിച്ച് ചുമ്മാ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയില്ല. എന്തെങ്കിലുമൊക്കെ അവിടെ നടന്നിട്ടായിരിക്കും പറയുന്നത്. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ ബെൻസിയുടെ കാര്യം നമ്മൾ വിഷയത്തിലേക്ക് പോകുന്നു. ബെൻസിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ ആരോപണമല്ല, അത് റിയാലിറ്റി. അതും ഇതും റിയാലിറ്റി. അടുത്ത കേട്ടോ, ഈ വില കൂടിയത് എന്ന് പറയുമ്പോൾ ആ ചിരി വരുന്നുണ്ട്. ആ വില കൂടിയതെന്ന് പറയുമ്പോഴാണ് ആ ചിരി വരുന്നത്. എന്തിനാ ഇത്രയ്ക്ക് ചിരിക്കുന്നേ? എന്തിനിപ്പോൾ ഇത്രയ്ക്ക് ചിരിക്കുന്നേ? വില കൂടിയെന്ന് പറയുമ്പോൾ ചിരിക്കുന്നോ? ബെൻസിയുടെ അപ്പൻ്റെ ഓട്ടോയിൽ എടുത്തു പോയി 150 രൂപയുടെ ഓട്ടോ അടിച്ച്, എന്നിട്ട് ചിരിച്ചു കളഞ്ഞാൽ ക്ഷമിക്കുമോ? അപ്പം തന്നെ വരുമല്ലോ മകള് റീലെടുക്കാനായിട്ട്, വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ എത്ര നല്ല പേജുണ്ട്. ആഹാ, അപ്പോൾ തട്ടിപ്പ് നടത്തും. അപ്പോൾ തട്ടിപ്പ് നടത്താൻ മടിയുള്ള ആളല്ല, തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ എത്ര നല്ല പേജുണ്ടെന്ന്. നല്ല നല്ല പേജുകാരെ സൂക്ഷിച്ചോ. ബിൻസി ഒരു കൊളാബായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബിൻസി പറഞ്ഞു, ദേ ഞാനല്ല കേട്ടോ, ബിൻസിയുടെ അക്കൗണ്ടിൽ നിന്ന് ദേ ബിൻസി തന്നെ ഇട്ട്, ഞാൻ ഇവിടെ വെക്കാം, ബിൻസി തന്നെ ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റാണ്. അങ്ങനെ തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ എത്ര നല്ല പേജുണ്ടെന്ന്. അപ്പോൾ നല്ല പേജുകാർ സൂക്ഷിച്ചോ, ബിൻസി കൊളാബായിട്ട് വരുന്നത് തട്ടിക്കാനാണോ? ഞാൻ പറഞ്ഞതല്ല, ബിൻസി എന്നെ പറഞ്ഞതാ. ഇനി എൻ്റെ വെങ്കട്ടേക്ക് വരല്ലേ. അത്യാവശ്യം എല്ലായിടത്തും നല്ല രീതിയിൽ ബിൻസിക്കെതിരെ ഇങ്ങനെ പോസ്റ്ററും വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ബിൻസിയാണ് അവരെ ആദ്യമേ കണക്ട് ചെയ്തിരിക്കുന്നത്. 7 ജൂൺ 2024 ജൂൺ 7 ബിൻസി അവർക്ക് മെസ്സേജ് അയച്ചു, ഹേയ്. അപ്പോൾ അവർ തിരിച്ച് ഹേയ്. അത് കഴിഞ്ഞ് ആർ യു ലുക്കിംഗ് ഫോർ എ കൊളാബ്? അപ്പോൾ അവർ യെസ് എന്ന്. അത് കഴിഞ്ഞ് അവർ തന്നെ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചൂസ് ചെയ്യാനും. അങ്ങനെ ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്ത് അങ്ങോട്ട് മാഡം എടുത്തു, നല്ല കമ്മൽ നോക്കി എടുത്തു. അതിന് 150 രൂപയുടെ 100 രൂപയുടെ 150 രൂപയുടെയൊക്കെ എന്നാണ് പുള്ളിക്കാർ പറയുന്നത്. ആയിക്കോട്ടെ, 100-150 രൂപയുടെ സെലക്ട് ചെയ്താലും പുള്ളിക്കാർ സെലക്ട് ചെയ്ത് എടുത്ത തെളിവ് സഹിതം ഇവർ ഈ പേജിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് പറയുന്നത് ഇങ്ങനെ തള്ളുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ ഒന്ന് തള്ളാൻ. ബിഗ് ബോസിൽ പോയപ്പോൾ ബിൻസി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. എന്തൊക്കെയായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ പണി പുറത്ത് ഒപ്പിച്ച് വെച്ചിട്ടാണ് ബിഗ് ബോസിൽ പോയിട്ട് പുണ്യാളത്തി കളിച്ചത്. എവിടെ റീ എൻട്രിക്ക് പോയിട്ട് പുണ്യാളത്തി കളിച്ചത്. ഓ കഷ്ടം തന്നെ. അതിനുള്ളിൽ വെച്ച് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പോലും ഇവർ ഈ പേജുകാർ മിണ്ടിയിട്ടില്ല. അവർക്ക് അപ്പോൾ പറഞ്ഞെങ്കിൽ ഇതിലും കൂടുതൽ റീച്ച് കിട്ടിയാണ്. അവർക്ക് റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ സമയത്ത് ചെയ്യണമായിരുന്നു. അല്ലാതെ എല്ലാം തണുത്ത് കഴിഞ്ഞ് ഈ സമയത്ത് ഇപ്പോൾ ഒരാൾക്കും ബിൻസിയെ വേണ്ട, ആ സമയത്ത് കൊണ്ടുപോയിട്ട് ഇവർക്ക് ഇത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അവർ ചെയ്തു. ഇപ്പോൾ റീച്ചൊക്കെ അത്യാവശ്യമായിട്ടുണ്ട്, പക്ഷെ ഇതിലും കൂടുതൽ റീച്ച് കിട്ടണമെങ്കിൽ ആ സമയത്ത് ചെയ്യണമായിരുന്നു. ബിൻസി ആർക്കും വലിയ റീച്ച് കിട്ടണമല്ലോ ഒന്നാമത്തെ കാര്യം. പിന്നെ ബിഗ് ബോസിൽ പോയൊരു കണ്ടസ്റ്റന്റ് ഇമാതിരി തോന്നിവാസം കാണിക്കുമ്പോൾ എല്ലാവരും കയറി റിയാക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ബിൻസി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു തരത്തിലും ആരും ഒന്നും വലിയ ആളൊന്നും കണ്ടിട്ടില്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇത്രയും വലിയ ഷോയിൽ ബിൻസിയെ പോലെ ഒരാളെ എടുത്തല്ലോ എന്നുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് പലരും ഈ ഒരു വിഷയത്തെ എടുക്കുന്നത്. ഈ വിഷയമല്ല, ബിൻസിയുടെ വിഷയത്തെ അല്ല എടുക്കുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇത്രയും വലിയ ഷോയിൽ ഇതുപോലെയുള്ളൊരു കണ്ടസ്റ്റന്റിനെ ആണല്ലോ എടുത്തതെന്നുള്ളത്. അതുകൊണ്ടാണ് ആദ്യത്തെ ആഴ്ച തന്നെ പോയത്. ഒരു പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ ബിൻസി എന്നെ വിളിക്കുമായിരിക്കും. ബിൻസിക്കെതിരെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇതിനു മുമ്പ് കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴൊക്കെ ബിൻസി എനിക്കൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. നവംബർ 26 ഒരു ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോൾ ബിൻസി എനിക്ക് മെസ്സേജ്, ഹലോ പ്ലീസ് ഗീവ് മീ യുവർ കോൺടാക്ട് നമ്പർ. ഞാൻ എന്തിനാ നിനക്ക് നമ്പർ തരണേ? ഇത് ഞാൻ കണ്ടിട്ട് ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല, ഞാൻ ആക്സെപ്റ്റ് പോലും ചെയ്തില്ല. എനിക്ക് ബിൻസിയായിട്ട് ഒന്നും സംസാരിക്കാനില്ല. പിന്നെ എന്തിനാ ഞാൻ നിങ്ങളുടെ കോൾ എടുക്കണേ? എന്തിനാണ് എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ടതെന്ന് പോലും എനിക്കറിയാം എന്തിനാന്നുള്ളത്, ബിൻസിക്കും അറിയാം എന്തിനാന്നുള്ളത്. എന്താ ആ കാര്യം പറയണോ ബിൻസി? എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കിങ്ങനെ ഒരു മെസ്സേജ് ഇട്ടതെന്ന് എൻ്റെ നമ്പർ ചോദിച്ചുകൊണ്ട്? ഇപ്പോഴേ എൻ്റെ നമ്പർ ഗുരുമന്ത്ര നമ്പർ എല്ലാവർക്കും അറിയാം, അല്ല അവസാനം വയ്ക്കുക എൻ്റെ നമ്പർ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നെ വിളിച്ച് എന്താണ് പറയണമെന്നുള്ളത് ഞാൻ റെക്കോർഡ് ചെയ്ത് ഞാൻ വീഡിയോ ഇടും, വീണ്ടും നാറും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നമ്പർ നോക്കി നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായെന്ന് എനിക്കറിയാം. എൻ്റെ നമ്പർ കിട്ടി എന്ന് കരുതിക്കൊണ്ട് എന്നെ വിളിച്ചാൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാനത് വീഡിയോ ഇടും, ഞാൻ പബ്ലിക് ആക്കും. മാത്രമല്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരെ കൊണ്ട് ഞാൻ ഇടിക്കുകയും ചെയ്യും.
അതുകൊണ്ട് എന്നെ വില വിളിക്കാൻ നിൽക്കരുത്. ഓൺലൈൻ ബിസിനസ് നടത്തുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇതുപോലെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ TV ഷോയിലും ടെലിവിഷൻ ഷോയിലും ഒക്കെ ഇവരൊക്കെ കണ്ടെന്ന് കരുതിക്കൊണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് എടുത്ത് കൊടുക്കരുത്. നിങ്ങൾ ചോര നീരാക്കിയിട്ടൊക്കെ ആയിരിക്കും ഓരോ പ്രോഡക്റ്റ് മേടിക്കുന്നത്. നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് ഒരുപാട് പ്രാർത്ഥനയോടും ഒരുപാട് പ്രതീക്ഷകളോടും കൂടിയിട്ടായിരിക്കും നിങ്ങളത് ചെയ്യുന്നത്. ഒന്ന് രക്ഷപ്പെടുമല്ലോ, അല്ലെങ്കിൽ ഒന്ന് അതിനൊരു നല്ലൊരു രീതിയിൽ എത്തുമല്ലോ, വരുമാനം കിട്ടുമല്ലോ എന്നൊക്കെ കരുതിയിട്ടൊക്കെ ആയിരിക്കും നിങ്ങളത് ചെയ്യുന്നത്. പക്ഷേ ഇതുപോലുള്ള സ്കാമേഴ്സിൻ്റെ ഇതുപോലെയുള്ളവരുടെ കയ്യിലൊന്നും നിങ്ങൾ പോയി പെടല്ലേ. ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഞാനും. അപ്പോൾ നമ്മൾ നോക്കി കണ്ടും ചെയ്താൽ നമുക്ക് കൊള്ളാം. നമുക്കുള്ള ഈ 50, 20, 100 രൂപയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അവരെ സംബന്ധിച്ച് ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. ഇവർ വലിയ സെലിബ്രിറ്റികളെ സംബന്ധിച്ച് ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. പക്ഷെ എല്ലാവർക്കും അത് അങ്ങനെ ആയിരിക്കണം എന്നില്ല. അത് അവരുടെ തൊഴിലിൽ ഇങ്ങനെ വരുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബിൻസിയുടെ അപ്പൻ ഓട്ടോ ഓടിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഓട്ടോ ഓടിയിട്ട് പൈസ കൊടുക്കാണ്ട് 100, 150 കൊടുക്കാണ്ടിരിക്കുമ്പോഴേ ബിൻസിക്ക് അതിൻ്റെ വില മനസ്സിലാവുള്ളൂ. നമുക്ക് സ്വന്തം അനുഭവം വരണം. പക്ഷേ ഈ പേജ് റീച്ചിന് വേണ്ടിയാണ്, എന്തായിക്കോട്ടെ, അവർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇതുപോലുള്ള ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. എല്ലാവരും നന്നാക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ഇതുപോലുള്ളവരുടെ കയ്യിൽ പെട്ടുപോവാതിരിക്കുക. പതിയെ മതിയെന്നേ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ രക്ഷപ്പെടും. പിന്നെ നല്ല ഒരുപാട് പേരുണ്ട് കേട്ടോ, ഈ കൊളാബ് കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് സംസാരിച്ച് അവർ കൊളാബ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ കൊളാബ് മേടിക്കാം. എല്ലാവരും പുച്ഛത്തോടു കൂടി കാണുന്ന 100, 50 ഒരു വിലയില്ലാതെ കാണുന്ന ഇവരുടെ കയ്യിലൊന്നും പോയി പെടാതിരിക്കാം. എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. പിന്നെ നമ്മുടെ ഗുരുമന്ത്ര അപ്ഡേറ്റ്. മണി മാഗ്നറ്റ് എന്നത് ഒരു മനോഭാവമാണ്. നമ്മൾ പണം സമ്പാദിക്കാൻ മാത്രം ശ്രമിക്കാതെ അത് നമ്മളിലേക്ക് ആകർഷിക്കാൻ പഠിക്കണം. നമ്മൾ ഓരോരുത്തരുടെയും ചിന്താഗതിയാണ് നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത്. എനിക്ക് പണം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ കാണാൻ കഴിയും. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. പോസിറ്റീവായി ചിന്തിക്കൂ, പോസിറ്റീവ് ഫലങ്ങൾ ഉണ്ടാകും. അത്ര സ്റ്റോൺസ് ആണ് കേട്ടോ ഈ ബ്രേസ്ലെറ്റിലുള്ളത്. യെല്ലോ കളറിലെ സ്റ്റോൺ കണ്ടോ, ഇതാണ് സിട്രി. ഇത് നമ്മൾ വെൽത്തിനെ അട്രാക്ട് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്നു. ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു കോൺസെപ്റ്റിൽ പോസിറ്റീവ് എനർജിയെ കൊണ്ടുവന്ന് നമ്മളിലേക്ക് വെൽത്തിനെ അട്രാക്ട് ചെയ്ത് എത്തിക്കുന്നു. ഇത് കണ്ടോ, ഈ ഗോൾഡൻ കളറിൽ കാണുന്നില്ലേ, ഇതാണ് കേട്ടോ പൈറേറ്റ്. ഇത് സക്സസിനെയും കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത്. നമ്മളിലേക്ക് കോൺഫിഡൻസ് കൂട്ടുന്നു, അത് നമ്മളെ സക്സസിലേക്ക് എത്തിക്കുന്നു. ഈ ഗ്രീൻ കളറിൽ കണ്ടോ, ഇതാണ് ഗ്രീൻ അവഞ്ചർ. ഇത് നമ്മളിലേക്ക് ലെക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരും. ടൈഗർ ഐ കണ്ടോ, ഇത് ഡിസിഷൻ മേക്കിങ്ങിനും കറേജിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് ആരെയും പേടിക്കാതെ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് പ്രോബ്ലം ഒഴിവാകും. അങ്ങനെ ഇതെല്ലാം ഈ ക്രിസ്റ്റൽസ് നമ്മളിലേക്ക് കൊണ്ടുതരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. സേവിങ് ഹാബിറ്റ് ഉണ്ടാക്കുക, ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുക, സ്കിൽ ഡെവലപ്പ് ചെയ്യുക, ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ ഈ ക്രിസ്റ്റൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പോസിറ്റീവായി ചിന്തിക്കുക. ചിന്ത മാത്രമല്ല, ആക്ഷനാണ് ജീവിതത്തിന്റെ രഹസ്യം. ഇതാണ് പൈറേറ്റ് ആംഗ്ലെറ്റ്. കാണുന്ന പോലെ തന്നെ മനോഹരമാണ് ഇതിന്റെ ഓരോ ഗുണങ്ങളും. ആത്മീയവും ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് പേരുടെ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് നെഗറ്റീവ് എനർജി ഒഴിവാക്കാൻ. പൈറേറ്റ് ഒരു പ്രൊട്ടക്ഷൻ സ്റ്റോൺ ആണ്. ഇത് ദുഷ്ടപ്രഭാവങ്ങൾ, അതായത് നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സ്റ്റോൺ ആണ് പൈറേറ്റ്. ഇത് ധരിക്കുന്നവർക്ക് ആത്മവിശ്വാസവും ധൈര്യവും കൂട്ടാൻ സഹായിക്കുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അതേപോലെ തന്നെ സാമ്പത്തിക സമൃദ്ധി. പൈറേറ്റ് മണി സ്റ്റോൺ എന്നും വിളിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമ്പത്ത് ആകർഷിക്കുക, ബിസിനസ്സിന് വിജയം ലഭിക്കുക, അങ്ങനെ പണം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഈ ഒരു സ്റ്റോൺ സഹായിക്കും. അതുപോലെ തന്നെ ശരീരത്തിലെ എനർജി ലെവൽ കൂട്ടാൻ സഹായിക്കും. മനസ്സിലെ സമ്മർദ്ദം ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, സ്ട്രെസ്സ്, അത് കുറയ്ക്കാനൊക്കെ ഇത് കാലിൽ ധരിക്കുന്നത് ഒരുപാട് ഗുണകരമാണ്. ഈ പാദസരത്തിലെ സ്റ്റോൺ ഉണ്ടല്ലോ, ഭയങ്കര എനർജിയാണ്. ഇത് നമ്മുടെ വലത് കാലിൽ ധരിക്കണം. ഒരൊറ്റ കാലിൽ ധരിച്ചാൽ മതി, 2 കാലിലൊന്നും ഇടണമെന്നൊന്നുമില്ല. ഒരൊറ്റ കാലിൽ ധരിച്ചാൽ തന്നെ നമുക്കതിൻ്റെ ഗുണം അറിയാൻ പറ്റും. ഡാൻയോഗ് പിരമിഡ്. ഈ ഒരു പിരമിഡ് ഉണ്ടല്ലോ, വളരെ പോസിറ്റീവ് എനർജി നമുക്ക് തരുന്ന ഒരു പിരമിഡാണ് കേട്ടോ. പോസിറ്റീവ് എനർജി മാത്രമല്ല, പൈസ, അതായത് പണം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന എല്ലാ സ്റ്റോൺസും ഈ ഒരു പിരമിഡിലുണ്ട്. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലോ, വീട്ടിൽ പണം വരാനോ ഒക്കെ നമുക്ക് വീട്ടിൽ വെക്കാം, ഓഫീസിൽ വെക്കാം. വീട്ടിലെ എനർജി ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പിരമിഡാണ്. അതുപോലെ തന്നെ വളരെ പോസിറ്റീവ് വൈബ് നമ്മളിലേക്ക് ഉണ്ടാക്കുന്നു. ഇത് ബെഡ്റൂമിൽ വെക്കുകയാണെങ്കിൽ, ഉറക്കക്കുറവുള്ളവരൊക്കെ ആണെങ്കിൽ ആ ഒരു കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തരാനായിട്ട് ഈ ഒരു പിരമിഡ് ഹെൽപ്പ് ചെയ്യും. പണത്തെ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മെയിനായിട്ട്. നമ്മുടെ ഓഫീസിൽ കൊണ്ടുപോയൊക്കെ ആണെങ്കിൽ പണത്തെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറെ പ്രത്യേകത. നമ്മുടെ വീടുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ ധനത്തെ നമ്മളെ ആകർഷിച്ച് കൊണ്ടുവരും നമ്മുടെ വീടുകളിലേക്ക്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടും. നമ്മുടെ ബെഡ്റൂമിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ബെഡ്റൂമിൽ നമ്മുടെ സൈഡ് ടേബിളിലെ ആ സൈഡ് ടേബിളിൽ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പിരമിഡ് വെക്കാം.
നമ്മൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ സ്റ്റഡി ടേബിളിൽ വെക്കുകയാണെങ്കിൽ അവർക്ക് ഫോക്കസ് കിട്ടും. ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാനും കോൺസെൻട്രേഷനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റോൺസ് ഇതിനകത്തുണ്ട്. മെയിനായിട്ട് പണത്തെ ആകർഷിക്കാനാണ് കേട്ടോ. ബിസിനസ്സുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെക്കുക അല്ലെങ്കിൽ ഓഫീസിൽ വെക്കുക. പണത്തെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മണി മാഗ്നറ്റ് പിരമിഡാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് തന്നെ ഇതാ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. റേക്ക് എനർജൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഓരോ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. പ്രശ്നം എന്താണോ അതൊക്കെ പറഞ്ഞ് നമുക്ക് മാക്സിമം റേക്ക് എനർജൈസ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്രയും പെട്ടെന്ന് പ്രോഡക്റ്റുകൾ എത്തുന്നതായിരിക്കും. 100% നിങ്ങൾക്ക് ഗുരുമന്ത്രയെ വിശ്വസിക്കാം. ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ബിൻസി വിളിക്കരുത്, ബാക്കിയുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും